ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. ഒറ്റപ്പാലത്ത് വിജിലൻസ് ബോധവൽക്കരണ വാരാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വിജിലൻസ് ബോധവൽക്കരണ വാരാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ റിട്ടയേർഡ് SP K സതീഷ് ക്ലാസ് നയിച്ചു. നമ്മൾ വിജിലൻസിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മിസ്കോണ്ടക്ട് എന്ന് പറഞ്ഞൊരു വാക്കാണ് എപ്പോഴും വരിക. അതിന് ചില ഉദ്യോഗസ്ഥന്മാരെ പലരും മിസ്കോണ്ടക്ട് രണ്ടായിട്ട് തിരിക്കും. ഒന്ന് ഒഫീഷ്യൽ മിസ്കോണ്ടക്റ്റും രണ്ട് ക്രിമിനൽ മിസ്കോണ്ടക്റ്റും. രണ്ടു തരം മിസ്കോണ്ടക്റ്റും രണ്ടും വിജിലൻസ് നടപടി എടുക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒഫീഷ്യൽ മിസ്കോണ്ടക്റ്റ് താരതമ്യേന ഗൗരവം കുറഞ്ഞ വിഷയമാണ്. ക്രിമിനൽ മിസ്കോണ്ടക്റ്റ് ഗൗരവം കൂടിയ സംഭവമാണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താണ് പലപ്പോഴും പല ഉദ്യോഗസ്ഥന്മാർക്ക് മിസ്റ്റേക്ക് വരാറ്. ഞാൻ പലപ്പോഴും ചെയ്തിരുന്നത് ക്രിമിനൽ മിസ്കോണ്ടക്റ്റ് മാത്രമാണ് കേസുമായിട്ട് മുമ്പാക്കാൻ പോകും. മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് അന്വേഷണത്തിന് ശുപാർശ ചെയ്യും. അപ്പോൾ അവരെന്താ വെച്ചാൽ നോക്കിയിട്ട് അവർക്ക് ശരിയാണെന്ന് തോന്നി അവർ ചെയ്യേണ്ട ധൈര്യത്തിൽ മറ്റത് കോടതിയിൽ കേസ് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ട് കോടതി തീരുമാനിക്കേണ്ടത്. പാലക്കാട് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് രാജേഷ് S, വിജിലൻസ് ഇൻസ്പെക്ടർ ഷിജു അബ്രഹാം, വിജിലൻസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. അഴിമതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ, അർദ്ധ സർക്കാർ സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, പൊതുസേവകർ എന്നിവർ നിയമപ്രകാരം ചെയ്യേണ്ട സേവനങ്ങൾക്ക് കൈക്കൂലിയോ പാരിതോഷികമോ പ്രതിഫലമോ മറ്റെന്തെങ്കിലും അനധികൃതമായി ആവശ്യപ്പെടുകയോ മറ്റ് അഴിമതികൾ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ പൊതുജനങ്ങൾക്ക് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ പരാതി നൽകാം.